മോന് ചിന്തിക്കുകയാണ് അമ്മയുടെ ഇഷ്ടത്തിനല്ലേ അമ്മ ഇപ്പൊ അഭിനയിക്കുന്നത്, ഞാൻ പറഞ്ഞത് കൊണ്ട് ഇനി അമ്മയ്ക്ക് ഒരു പിണക്കം എന്നോട് വേണ്ട എന്ന ചിന്താഗതി. അങ്ങനെ അവനറിയാം ഞാൻ പിണങ്ങത്തില്ലെന്ന് അവനറിയാം. എന്ത് പറഞ്ഞാലും ഞാൻ പിണങ്ങത്തില്ല. കാരണം സൂചേട്ടൻ ഉള്ളപ്പോൾ പോലും ഞാൻ വഴക്ക് പറയത്തില്ലായിരുന്നു അവനെ. എന്ത് കാണിച്ചാലും ഞാൻ വഴക്ക് പറഞ്ഞിട്ടില്ല. അപ്പൊ സൂചേട്ടൻ തന്നെ എപ്പോഴും പറയും, എടി നീ വഴക്ക് പറഞ്ഞാൽ അവൻ കേൾക്കും. എന്തെങ്കിലുമൊക്കെ കുഞ്ഞല്ലായിരുന്നു അന്ന് സ്കൂളിലൊക്കെ പോകാൻ പറയുമ്പോൾ എടി നീ പറഞ്ഞാൽ അവൻ കേൾക്കും. കാരണം സൂചേട്ടൻ അറിയായിരുന്നു ഞാൻ വഴക്ക് പറയാതാണ് അവനെ ഇത്രയും നാളും. ഇനിയിപ്പോൾ മുന്നോട്ട് ഇനിയിപ്പോൾ എന്നെ വഴക്ക് പറയാനാവും, വലിയ കുട്ടിയായില്ലേ, എന്നെക്കാളും മുതിർന്ന്. അപ്പൊ മുതിരുന്തോറും ആണല്ലോ കുഞ്ഞ്. ഇപ്പൊ ആൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം മുതിരുന്തോറുമാണ് അവന്റെ അഭിമാന ബോധവും അവന്റെ മറ്റു കാര്യങ്ങളും ഒക്കെ ഡെവലപ്പ് ചെയ്തു വരുന്നത്. എന്റെ ഒരു അഭിനയം കൊണ്ട് അവന് അഭിമാനക്കുറവോ ഒന്നും ഉണ്ടായിട്ട് എനിക്ക് തോന്നില്ല, ഇതുവരെയുള്ളത് തോന്നില്ല. നാളെ എന്താവും എനിക്കറിയില്ല. ഞാനിപ്പോ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ എക്സ്ട്രീം ലെവലിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അവൻ പറയായിരിക്കും. പക്ഷെ അത് ഈ രേണുവിന്റെ കോൺഫിഡൻസ് അല്ലേ. പൊട്ടക്കണറ്റിലെ തവളകൾ എന്ന് പറയുമ്പോഴത്തേക്കും പുറത്തെ ലോകമൊന്നുമല്ല, തങ്ങളുടെ ലോകമാണ് ചുറ്റിനും, അത് ഏറ്റവും ഗ്രേറ്റ് എന്നാണ് ചിന്തിക്കുന്നത്. അങ്ങനെ ഒരു രീതിയാണോ രേണു അവലംബിക്കുന്നത്? ഞാൻ എന്റെ ലോകം ഗ്രേറ്റ് ആണെന്നല്ല പറയുന്നത്, ഞാൻ ചില നിലപാടുകൾ എടുക്കുന്നത് എനിക്ക് അനുയോജ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. അല്ലാതെ ഈ ലോകം ഗ്രേറ്റ്, എന്റെ സ്വന്തം ലോകം ഗ്രേറ്റ് ആണെന്ന് ഞാൻ ഇന്നുവരെ പറഞ്ഞിട്ടില്ല. ഞാൻ എന്റെ നിലപാടുകൾ ഞാൻ ഉറച്ചു നിൽക്കുന്നു. അതായത് താങ്കൾ ശരിയാണ്, അല്ലെങ്കിൽ താങ്കളാണ് ചെയ്യുന്നത് ശരിയെന്ന് ഇപ്പൊ ഞാൻ കാണിക്കുന്ന എല്ലാം ശരിയാണ്, അഹങ്കാരം താങ്കളുടെ വാക്കുകൾ ഒരിക്കലും ഇല്ല. അഹങ്കാരമില്ല. പക്ഷെ ഞാൻ ചെയ്യുന്നത് ശരിയെന്ന് തോന്നുന്നതാണ് ഞാൻ ചെയ്യണത്. എനിക്ക് ശരിയെന്ന് തോന്നുന്നത് ഞാൻ ചെയ്തിരിക്കും.